അടിപൊളി, ഒന്നും പറയാല്ല. അങ്ങനെ അടിപൊളി, ഒന്നും പറയാല്ല. ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ RDX ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ വേറൊരു ഇന്റർനാഷണൽ ലെവലിലാണ് ഈ ബോക്സിംഗ് കാണിച്ചിരിക്കുന്നത്. ഒന്നും പറയില്ല, പുള്ളിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഒന്നും പറയില്ല. പുള്ളിയുടെ ഫൈറ്റ് ഒക്കെ പുള്ളി പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു, അതൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രൊഫഷണൽ ബോക്സറാണെന്ന് തോന്നുന്നു. അടിപൊളിയാണ്, ഒന്നും പറയില്ല. ഫാമിലി ഒക്കെ ഉണ്ട്, ഫാമിലിക്ക് കാണാൻ പറ്റിയ കോമഡി ഒക്കെ ഉണ്ട്, ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. പിന്നെ കുറച്ച് ചെറുപ്പക്കാർക്ക് ഇതുപോലെ ബോക്സിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റിയൊരു അടിപൊളി കോമഡി ഒക്കെ നല്ല വർക്കൗട്ട് ചെയ്യും. ചെറിയ 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 അവിടെ ഇവിടെയൊക്കെയാണ് കോമഡി എങ്കിലും ഉള്ളത് അടിപൊളിയാണ്. എങ്ങനെ സ്പോർട്സ്, അതായത് ബോക്സിങ്ങിന് പറ്റിയ ഒരു പടം. പുള്ളി രണ്ടൊരു ക്യാരക്ടറിലാണ്, ഒന്നും പഴയ കാലഘട്ടമുണ്ട്, പുതിയ കാലഘട്ടം. പഴയ കാലഘട്ടത്തിൽ നല്ലൊരു വെറൈറ്റി ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഈ സ്പോർട്സ് ഡ്രാമ എന്നൊരു ജോണറിൽ വരുന്ന മൂവിയില്ല, അപ്പൊ എല്ലാ ഓഡിയൻസിനും പ്ലീസിംഗ് ആയിരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാ ഫാമിലീസിനൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. ഫാമിലി ഇമോഷനൊക്കെ എത്ര മാത്രം ഉണ്ടായിരുന്നു? ഇല്ല, മോശമായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, നല്ല മൂവിയാണ്. അതുകൊണ്ട് എല്ലാവരും സൂപ്പറാണ്. ചേട്ടന്റെ വൈഫായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. കരുണ കുക്കിന്റെ പേര് സൂപ്പറാണ്. ഇടി മാത്രല്ല, സ്റ്റോറി സൂപ്പറാണ്. കാണാത്തവരൊക്കെ വന്ന് കാണണം. ഫാമിലി ഇമോഷനൊക്കെ എന്തോരം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്? അതെല്ലാം നല്ലതാണ്. എല്ലാവർക്കും കാണുമ്പോ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഇടിയും കോമഡി എല്ലാം ഉണ്ട്. ഫുൾ ആ ഒരു ഇടി, ആ ഒരു മൂഡ് തന്നെയാണോ മൂവി? ആ ഫാമിലിയുടെ ആ ഒരു പ്രസൻസ് എന്തോരം ഉണ്ട്? നല്ല രീതിയിൽ ഇമോഷനൊക്കെ കാണിച്ചാവും.